Hi all, Assalamu alaikum, welcome back. നമ്മൾ ഇന്ന് ഡാൽഗോണ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാനിലോട്ട് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇതൊരു നോർമൽ മധുരമാണ്. അപ്പോൾ നമ്മൾ കോഫി ആയതുകൊണ്ട് തന്നെ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മധുരം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാലും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കോഫി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കോഫിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പാല്, ചൂടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മിക്സ് നമുക്ക് പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ വേണം, അതുകൊണ്ട് ചൂട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. 4-5 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി. 4 ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു ചൈന ഗ്രാസ് ഞാൻ നേരത്തെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മെൽട്ടായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, നന്നായിട്ടൊന്ന് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചൈന ഗ്രാസ് ഇടയിൽ കടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മെൽട്ടാവാത്ത കിടക്കുന്ന ചൈന ഗ്രാസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത്. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നമുക്കൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ട്രേ അല്ല യൂസ് ചെയ്യുന്നത്, ഗ്ലാസ്സിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ട്രേ ആണെന്നുണ്ടെങ്കിൽ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പുഡിംഗ് മിക്സ് മുഴുവനായിട്ടൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റാവും. കാരണം ചൈന ഗ്രാസ് ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും. ഇനി നമുക്കിതിലേക്ക് ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഫി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ഡാൽഗോണ കോഫിയുടെ ആ ഒരു മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഡാൽഗോണ കോഫി ഉണ്ടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂണാണ് കോഫി പൗഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയാണ് എടുക്കാറുള്ളത്. പക്ഷെ നമ്മളിത് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മധുരം, നമ്മുടെ ആ കോഫിയുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇത് 3ഉം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ കോഫി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പുഡിംഗ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം കോഫി മിക്സ് നമ്മൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കൂടുതൽ കട്ടിയിൽ നമ്മൾ ഡാൽഗോണ കോഫി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോഫിയുടെ ഒരു കൈപ്പരസം കൂടുതലായിട്ടുണ്ടാവും. അല്ല നമുക്ക് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു നേരിയ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ്ങിലൊക്കെ ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ, കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ ആ ഒരു തിക്നെസ്സിൽ കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ട്രയലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ചെറിയ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കോഫി മിക്സൊക്കെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡാൽഗോണ കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്